യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും. ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെ. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവ് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, എളിമയോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവന് ഐശ്വര്യം, ദൈവാനുഗ്രഹം നദി പോലെ ഒഴുക്കും എന്ന്. ജനതകളുടെ കയ്യിലിരിക്കുന്ന ധനം ജ്ഞാനമാണേലും സമ്പത്താണേലും എന്താണേലും അതവരുടെ മേൽ കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയായിരിക്കും. ദൈവത്തെ സംതൃപ്തിപ്പെടുത്തിയാൽ ദൈവം ഒരു മനുഷ്യനെ എങ്ങനെയാണ് അനുഗ്രഹിക്കുക എന്ന് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാം. സ്വയം എളിമപ്പെട്ട് എല്ലാം ദൈവകൃപയാലാണ് എനിക്ക് ലഭിച്ചത് എന്ന് ഉറച്ച വിശ്വാസത്തോടെ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിലേക്ക് നമ്മൾ നോക്കാതെ, ലോകൈക സുഖങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തോടൊപ്പം നമുക്ക് ആയിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ മക്കളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയാം. ദൈവാനുഗ്രഹം നമ്മുടെ ഭവനത്തിൽ നിറഞ്ഞതിന് നന്ദി പറയാം. നമ്മുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റിയതിന് നന്ദി പറയാം. ലോകസമാധാനത്തിനായിട്ട് നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവായതിന് നന്ദി പറയാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ സ്വീകരിച്ചതിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും ഏകദൈവവുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സർവാധിപനും സർവശക്തനും പരിശുദ്ധനുമായവൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.